ഞാൻ നല്ല ഇടയൻ ആകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. യേശുവിൻ്റെ പ്രഖ്യാതമായ അവകാശവാദങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു അവകാശവാദമാണ് ഞാൻ നല്ല ഇടയനാകുന്നു എന്നത്. പഴയ നിയമത്തിൽ ദൈവം അദൃശ്യനാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന ദൈവം അങ്ങ് വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തെ ആരും ഒരു നാളും അന്ന് വരെ കണ്ടിട്ടില്ല. മോശ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ച മോശയുടെ അദമ്യമായ ആഗ്രഹമായിരുന്നു ദൈവത്തെ ഒരു നോക്ക് കാണുക എന്നത്. പക്ഷേ മോശയ്ക്ക് പോലും ദൈവത്തെ ഈ ലോകത്തിൽ വെച്ച് മുഖാമുഖം ദർശിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം ആരാണ്? പല ചിന്തകൾ ദൈവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് നാം ശ്രദ്ധിച്ചിരിക്കും. പല സങ്കല്പങ്ങളിലൂടെയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ആരാണ് എന്ന് തൻ്റെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തിരുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ദൈവം ഇടയനാണ് എന്നത്. ഇടയ സങ്കല്പത്തിലൂടെയാണ് ദൈവം ആരാണ് എന്ന് ജനത്തിന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പഴയ നിയമം കാണുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ധാരാളം അത്തരത്തിലുള്ള പരാമർശങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളിൽ നാം കാണുന്നു. ദാവീദ് തന്നെ തൻ്റെ സങ്കീർത്തനങ്ങൾക്ക് ആധാരമായി ദൈവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ, ദൈവത്തെ പരാമർശിക്കുമ്പോൾ അവിടെ ഇടയനായി പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ദൈവം ഇടയനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പരാമർശിക്കുവാനുള്ള കാരണം? അത് വളരെ വ്യക്തമാണ്. അതിൻ്റെ കാരണം വളരെ ലളിതവുമാണ്. പലസ്തീൻ നാടിൻ്റെ ഭൂപ്രകൃതിയും അവിടുത്തെ സമ്പദ്ഘടനയും എല്ലാം തന്നെ ആടുകളെ വളർത്തുന്നതിന് മതിയായ ഒരന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. പലസ്തീൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബാധിച്ചിരുന്ന ഒരു ഘടകമായിരുന്നു ആടുമാടുകളും കന്നുകാലി സമ്പത്തും. ആടുകളെ സംരക്ഷിക്കുന്ന ഇടയന്മാർക്ക് പ്രത്യേകമായ ചുമതലയുണ്ട്, കടപ്പാടുണ്ട്. ചില അലിഖിത നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമാണ് ഒരു ഇടയനെ ആടുകളെ സമീപിക്കുവാൻ സാധ്യമായിരുന്നുള്ളൂ. ഇങ്ങനെ ആടുകളും ഇടയനുമായ ബന്ധത്തിൽ ദൈവത്തെ താരതമ്യപ്പെടുത്തി പരാമർശിച്ചുകൊണ്ട് ഉള്ള ചിന്തകൾ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ജനങ്ങൾക്ക് സാധിച്ചു. പഴയ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ ഇവിടെ ഇതാ യേശു വളരെ പ്രസിദ്ധമായ തൻ്റെ അവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആഗമനമായി നല്ല ഇടയൻ്റെ സവിശേഷതകളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അതിന് ഒരു താരതമ്യവും നൽകുന്നുണ്ട്. കള്ള ഇടയൻ ആരാണ്, നല്ല ഇടയൻ ആരാണ് എന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നല്ല ഇടയൻ്റെ സവിശേഷതകളെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഈ ധ്യാനത്തിന് എന്താണ് നല്ല ഇടയൻ്റെ പ്രത്യേകത?
അല്ലെങ്കിൽ ആരാണ് നല്ല ഇടയൻ? വെളിപ്പെട്ട ദൈവം യേശുവിൽ മനുഷ്യൻ ദർശിച്ച ഇടയ ശ്രേഷ്ഠനായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് ഇന്ന് ഒരുമിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇടയൻ ആടുകൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ആടുകൾക്ക് ഇടയൻ വഴികാട്ടിയായി മുമ്പേ സഞ്ചരിക്കുന്നു. ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? മനുഷ്യൻ ഇന്ന് ആകുല ചിത്തരാണ് എന്ന് പറയാം. എന്താണ് ആകുലചിത്തത? ആകുലചിത്തത എന്ന് പറയുന്നത് ഈ നിമിഷം നാം അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയല്ല. അടുത്ത ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഭാരമാണ് ആകുലചിത്തതയ്ക്ക് കാരണം. നാം എല്ലാവരും അങ്ങനെയാണ്. വർത്തമാനകാലത്തെക്കുറിച്ചല്ല നാം ദുഃഖിതരായി ആകുലചിത്തരായി കാണപ്പെടുക. പ്രത്യുത സമീപഭാവിയിൽ അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് ഭാരപ്പെടുക. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് മുമ്പായി സഞ്ചരിക്കുന്നു. അതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത്, ഇടയൻ നമുക്ക് മുമ്പായി സഞ്ചരിക്കുന്നു എങ്കിൽ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാതയെ, ഭാവിയെ അവൻ ക്രമപ്പെടുത്തുന്നവനാണ്. പൈലറ്റ് വാഹനങ്ങൾ ഇന്ന് നമുക്ക് സുപരിചിതമായ ഒരു കാഴ്ചയാണ്. രാജ്യത്തെ മാനിക്കപ്പെടേണ്ടുന്ന ബഹുമതിയുള്ള അർഹിക്കുന്ന വ്യക്തികൾക്ക് യാത്ര സുഗമവും സുരക്ഷിതവുമാക്കുന്നതിന് വേണ്ടി പൈലറ്റ് വാഹനങ്ങൾ, അതിനോടൊത്ത ആളുകളുടെ സംരക്ഷണം ഒക്കെ നാം സാധാരണ കാണുന്ന കാഴ്ചയാണ്. എന്താണ് ചെയ്യുന്നത്? പുറകെ വരുന്ന പ്രധാനപ്പെട്ട വ്യക്തിക്ക് തൻ്റെ യാത്ര സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ പൈലറ്റ് വാഹനങ്ങളും അതിലെ പ്രവർത്തകരും ചെയ്ത് സുഗമമാക്കി തീർക്കുന്നു. ദൈവം നല്ല ഇടയനായി ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഭാവിയെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ആകുലചിത്തരാകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മുമ്പായി സഞ്ചരിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മയും ജീവിതപാത സുഗമമാക്കുകയും ചെയ്യുവാൻ നല്ല ഇടയൻ നമ്മോട് കൂടെയുണ്ട്. ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ നല്ല ഇടയനാകുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, യേശു കർത്താവ് അവകാശപ്പെടുമ്പോൾ, ജീവിതത്തിൽ നമുക്ക് മുൻപായി സഞ്ചരിച്ച് പാത സുഗമമാക്കുന്ന ഒരു ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എന്തിനാണ് ഭാവിയെക്കുറിച്ച് വിചാരപ്പെടുന്നത്? ജീവിതത്തിൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിച്ച് ആകുലചിത്തരാകുന്നത്? യേശു അരുളി ചെയ്യുന്നു, ഞാൻ നല്ല ഇടയൻ ആകുന്നു. നിങ്ങൾക്ക് മുമ്പായി ജീവിതപാത സുഗമമാക്കുവാൻ നിങ്ങൾക്ക് മുമ്പായി സഞ്ചരിക്കുന്ന ദൈവം ഞാനാകുന്നു എന്ന്. ദൈവം നല്ല ഇടയനാകുന്നു എന്നതിൻ്റെ മറ്റൊരർത്ഥം, പാത സുരക്ഷിതമാക്കി നമ്മെ നയിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നതാണ്. രണ്ട്, ഇടയനായിട്ടുള്ള ദൈവം നമുക്ക് വേണ്ടി തീരുമാനങ്ങളെ കൈക്കൊള്ളുന്നു. ആടുകളെക്കുറിച്ച് നമുക്കറിയാം. ഇടയനാണ് ആടുകൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി കൊടുക്കുന്നത്. ആടുകൾ ഒരിക്കലും വാജ്യ ഇടയനോട് തൻ്റെ ആവശ്യങ്ങളെ പറയാറില്ല. മറിച്ച് ഇടയൻ അവർക്ക് വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് നൽകുകയാണ് ചെയ്യുന്നത്. ഈ ചിന്ത കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. കാരണം അത്രമാത്രം സുവ്യക്തമാണ്. മിണ്ട പ്രാണികളായ ആടുകൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഇടയനാണ്, സംരക്ഷിക്കുന്നവരാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്
തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നതാണ്. പലരുടെയും ജീവിതത്തിൽ തക്കതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയാതെ ജീവിതത്തിൽ പരാജിതരായിത്തീരുന്നത്, നിരാശരായിത്തീരുന്നത്, ചിലപ്പോഴൊക്കെ ജീവിതം സ്വയം നശിപ്പിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. എന്നാൽ യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ നമ്മെ നല്ല തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ ജീവിതയാത്ര സുഗമമാക്കി തീർക്കുന്നതിന്, സന്തോഷപ്രദമാക്കി തീർക്കുന്നതിന് അവൻ നമ്മോട് കൂടെയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രോതാക്കളിൽ പലരും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരായിരിക്കാം. ചിലരൊക്കെ അതീവ ദുഃഖത്തിലും നിരാശയിലുമായിരിക്കാം, ആശയക്കുഴപ്പത്തിലായിരിക്കാം. എന്നാൽ യേശുവിൻ്റെ ഈ പ്രധാനപ്പെട്ട അവകാശവാദമായിട്ടുള്ള നല്ല ഇടയൻ എന്ന സങ്കല്പവും അവകാശവാദവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇടയശ്രേഷ്ഠൻ നമ്മോട് കൂടെയുണ്ട് എന്നതാണ്. എന്താണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്? ഇടയൻ്റെ ആലോചന സ്വീകരിക്കുവാനും ഇടയൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നിങ്ങൾ കൈക്കൊള്ളേണ്ടുന്ന തീരുമാനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ശരിയായ ഉത്തരം കണ്ടെത്തുവാൻ, തീരുമാനം കൈക്കൊള്ളുവാൻ സഹായിക്കും. പത്രോസ് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ ആശങ്കകളും ആകുലതകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവൻ നല്ല ഇടയനായി, വഴികാട്ടിയായി, ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് നമ്മെ നയിക്കും നിശ്ചയം. 3, ഈ ഇടയൻ നമ്മെ കരുതുന്നവനായിട്ടുള്ള ഇടയനാണ്. എന്താണ് നല്ല ഇടയനെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ ഇടയൻ്റെ പ്രത്യേകത? ആടുകളെ എല്ലാ തരത്തിലും സംരക്ഷിക്കുവാൻ മതിയായവനാണ് നല്ല ഇടയൻ. വേദപുസ്തകത്തിലെ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അനേകം ചിത്രകാരന്മാർ നല്ല ഇടയ സങ്കല്പത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും പലയിടങ്ങളിലും ഇന്ന് ദർശിക്കുവാൻ സാധിക്കും. ചുമർ ചിത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നല്ല ഇടയ സങ്കല്പത്തിൻ്റെ ആവിഷ്കരണം ചിത്രത്തിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്താണ് അത് നമ്മോട് നൽകുന്ന സന്ദേശം? അതിങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരാടിനെ ഇടയൻ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. തൻ്റെ തോളിൽ ഒരു വടിയുമുണ്ട്. ഇതാ ഈ ഇടയൻ ഈ ആടിനെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. യേശു പറഞ്ഞിട്ടുള്ള ഒരു ഉപമയുടെയും നല്ല ഇടയ സങ്കല്പത്തിൻ്റെയും ഒരു സംയോജിത രൂപമാണ് ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ആ 2 ചിന്തകൾ? ഒന്ന്, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല ഇടയനാണ് എന്ന അവകാശവേദം. മറ്റൊന്ന്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്ന ചെറിയ ഉപമ, അതിൻ്റെ പശ്ചാത്തലം എന്താണത്? 100 ആടുള്ള ഒരിടയൻ, അതിലൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട ആടിനെ തേടിച്ചെന്ന് കണ്ടുപിടിച്ച് മടക്കിക്കൊണ്ടുവരുന്ന ആ ഒരു ഉപമയുടെ സങ്കല്പവും ചേർന്നതാണ് ഈ നല്ല ഇടയ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ഒന്നുകൂടെ വിശദമാക്കട്ടെ. എന്തുകൊണ്ടാണ് ആട് തൻ്റെ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയത് എന്ന് അവിടെ വിവരിക്കുന്നില്ല, അവിടെ വ്യക്തമാക്കുന്നില്ല. പക്ഷേ നഷ്ടപ്പെട്ട ആടിനെക്കുറിച്ച് ഇടയന് ഒരു വലിയ ആവലാണ്, വലിയ ഹൃദയഭാരമാണ്. മുൾപ്പടർപ്പിൽ ഏത് കാരണവശാലും അത് കുടുങ്ങിയിരുന്നപ്പോൾ അതിനെ സ്നേഹത്തോടുകൂടെ, വളരെ കരുതലോടുകൂടെ ചേർത്തണച്ച്, മാർവോട് ചേർത്തണച്ച് തിരികെ ആലയിലേക്ക് കൊണ്ടുവരുന്ന നല്ല ഇടയൻ. ഒരുപക്ഷെ ആ ആടിനെ കാണാതെ പോയതിൻ്റെ കാരണങ്ങൾ അത് തേടുകയാണെങ്കിൽ അനുസരണക്കേടായിരിക്കാം, പല കാരണങ്ങളായിരിക്കാം. അതിന് ശിക്ഷയാണ് നൽകേണ്ടത്.
ഞാൻ വിചാരിക്കുന്നത് മാറിൽ ചേർത്ത് പിടിക്കുന്നതിന് പകരം അതിൻ്റെ ചെവിയിൽ പിടിച്ച് നടത്തി കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഏത് കാരണവശാലും തൻ്റെ ആലയിൽ നിന്ന് നഷ്ടപ്പെട്ട ആടിനെക്കുറിച്ച് ഇടയന് അതിയായ കരുതലാണ്, വികാര വായ്പാണുള്ളത്. മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ ആലയിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദൈവം അവൻ്റെ ആലയിൽ നമ്മെ ചേർത്ത് ദിനംതോറും സൂക്ഷിക്കുന്നു. അവൻ നമ്മെ കരുതുന്നു. പക്ഷേ പല കാരണങ്ങളാൽ പലപ്പോഴും നാം ആ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് തെന്നിയും തെറ്റിയും മാറിപ്പോകുന്നു. അപ്പോൾ അവൻ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്നേഹത്തോടുകൂടെ ശുശ്രൂഷിച്ച് മാറോട് ചേർത്ത് ആലയിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് സ്നേഹവാനായ ഇടയൻ്റെ കരുതൽ നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവിതാനുഭവങ്ങളുടെ നിമ്നോന്നതങ്ങളായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദാവീദ് പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനായിട്ടുണ്ടെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകില്ല. ജീവിതത്തിൽ ഞാൻ തെറ്റിപ്പോകാം, കൂരിലിൻ്റെ താഴ്വരയിൽ കൂടെ സഞ്ചരിക്കാം, അവിടെയൊക്കെ അവൻ്റെ സാന്നിധ്യം നൽകി അവൻ എന്നെ മാറോട് ചേർത്ത് എന്നെ സംരക്ഷിക്കുവാൻ മതിയായവനാണ് എന്ന്. യേശു ഞാൻ നല്ല ഇടയനാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഓർക്കുക, ആ നല്ല ഇടയൻ നമ്മെ കരുതുവാൻ മതിയായവനാണ്. കാരണങ്ങൾ തേടാതെ, സാഹചര്യങ്ങൾ ഏതെന്ന് താരതമ്യപ്പെടുത്താതെ, ഏതവസ്ഥയിലും നമ്മെ കരുതുന്ന ഒരു നല്ല ഇടയൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് എത്ര സമാധാനം നൽകുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ്. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, കരുതുന്ന നല്ല ഇടയൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. മറ്റൊന്ന്, ആവശ്യങ്ങൾ അവൻ യാചിക്കുന്നതിന് മുമ്പേ അറിയുന്നു എന്നതാണ്. ആടുകൾ ഒരിക്കലും അവയുടെ ആവശ്യങ്ങൾ ഇടയനോട് പറയാറില്ല. എന്നാൽ ആടുകളുടെ അവസ്ഥ മനസ്സിലാക്കി ഇടയൻ അവയ്ക്ക് വേണ്ടി എല്ലാ കരുതലുകളും സ്വീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ യാചിക്കുന്നതിന് മുമ്പ് ദൈവം അറിയുന്നു എന്നത് എത്ര സുസ്ഥിരമായ ഒരനുഭവമാണ് എനിക്ക് നൽകുക, എത്ര ആശ്വാസമാണ് എനിക്ക് നൽകുക. എൻ്റെ ആവശ്യങ്ങളെ യാചിക്കുന്നതിന് മുമ്പ് അവൻ അറിയുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന്. ഇന്ന് മനുഷ്യൻ്റെ മറ്റൊരു പ്രശ്നം എന്താണ്? എന്നെ അറിയുവാൻ ആരുമില്ല, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല. ആത്മഹത്യയുടെയും ജീവിതത്തിലുണ്ടാകുന്ന ദാരുണ സംഭവങ്ങളുടെയും ഒക്കെ പിന്നിലുള്ള ചരിത്രം പരിശോധിച്ചാൽ അതിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട്. ആരും അറിയുവാനില്ലെന്ന, ആരും കരുതുവാനില്ലെന്ന അവസ്ഥയാണ് ജീവിതത്തിൻ്റെ നൈരാശ്യത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് എന്ന്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ആവശ്യങ്ങളെ യാചിക്കുന്നതിന് മുമ്പേ അവൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ ആരും കരുതുന്നില്ല എന്ന് പരാതിപ്പെടുന്നുവെങ്കിൽ ഓർമ്മിപ്പിക്കട്ടെ, നല്ല ഇടയൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെ അവൻ അറിയുന്നു, അവൻ കരുതുവാനായിട്ട് മതിയായവനാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ നല്ല ഇടയൻ നമ്മുടെ ശ്രേഷ്ഠ ഇടയനായി തീരട്ടെ, സ്വീകരിക്കുവാനായിട്ട് നമ്മെ പ്രാപ്തനാക്കട്ടെ. അവസാനമായി എൻ്റെ മനസ്സിലുള്ളത്, ജീവിത യാത്രയിൽ നമ്മോടുകൂടെ സഖിത്വം നൽകി നമ്മെ വഴി നടത്തുന്നവനാണ് ഈ നല്ല ഇടയൻ. പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരെയാണ് ഈ ലോകത്തിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുക? പ്രത്യേകിച്ച് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നവർ നിരാശയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ആയുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഞാൻ ചിലവഴിച്ചു. എൻ്റെ ഈ വിശ്രമ കാലഘട്ടത്തിൽ എനിക്കാരുണ്ട്? എനിക്ക്
ആരിൽ വിശ്വാസം അർപ്പിക്കുവാൻ കഴിയും? ഈ ജീവിതയാത്ര എങ്ങനെയാണ് പൂർത്തീകരിക്കുക? ആരുമില്ലാത്ത ഒരവസ്ഥ. എന്നാൽ നല്ല ഇടയൻ്റെ പ്രഖ്യാപനം നമ്മെ ധൈര്യപ്പെടുത്തുന്നത് അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന, എല്ലായ്പ്പോഴും സഖിത്വം നൽകുന്ന, സംരക്ഷണം നൽകുന്ന നല്ല ഇടയനാണ്. ഇടയവൃത്തിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു ഇടയൻ ചെയ്യേണ്ടുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. എന്താണെന്നല്ലേ? താൻ ഏറ്റെടുക്കുന്ന എല്ലാ ആടുകളെയും പൂർണ്ണമായി സംരക്ഷണം നൽകും എന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ, ദാവീദ് ഇടയ ബാലനായിരിക്കുമ്പോൾ വന്യമൃഗങ്ങൾക്കെതിരെ പാഞ്ഞു ചെന്ന് കടിച്ചു കീറുന്ന വന്യമൃഗങ്ങളെ കീഴ്പ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള രഹസ്യവും പ്രചോദനവും എന്ന് പറയുന്നത് ആ തീരുമാനമാണ്, ആ പ്രതിജ്ഞയാണ്. ഏത് വില കൊടുത്തും തൻ്റെ ആടുകളെ സംരക്ഷിക്കും. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ജീവൻ പോലും തൃണവൽ ഗണിച്ച് ആടുകളെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള, കൂടെ ഇരിക്കുന്നവനായ നല്ല ഇടയൻ. ജീവിതത്തിൽ എന്തിന് ക്ലേശപ്പെടണം? വിശ്രമ ജീവിതത്തിൽ ആരുമില്ല എന്ന് ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? കാരണം നല്ല ഇടയൻ ജീവൻ പോലും നമുക്ക് നൽകുവാൻ പ്രതിജ്ഞാബദ്ധനാണ്. ജീവൻ നൽകി നമ്മെ സംരക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന ഒരു ദൈവമാണ്. ഇത് വിശ്വസിക്കുവാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ എവിടെയാണ് ഭാരമുണ്ടാകുക? ആരെ വിശ്വസിക്കുന്നു, ആരെ വിശ്വസിക്കേണ്ടുന്നു എന്ന ആകുല ചിന്ത നമ്മെ ഭരിക്കുമോ? ഇല്ല. കാരണം നല്ല ഇടയൻ നമ്മെ സംരക്ഷിക്കുവാനായി നമ്മോട് കൂടെയുണ്ട്. ആ ഉറപ്പും ധൈര്യവും ഈ പ്രഖ്യാപനം നമുക്ക് നൽകുന്നുണ്ട്. ഒരിക്കൽ ഒരു പട്ടക്കാരൻ ആരാധനയ്ക്ക് ശേഷം ആ ഇടവകയിലെ യുവജനങ്ങൾക്ക് വേദപഠനത്തിന് നേതൃത്വം നൽകുകയാണ്. അന്ന് ആ പട്ടക്കാരൻ അവിടെ ചേർന്ന് വന്ന അഭ്യസ്തവിദ്യരായ ആ യുവതി യുവാക്കളോട് പറഞ്ഞു, ഇന്ന് വേദപഠനം ഒരു ചിത്രീകരണത്തിലൂടെയാണ് നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ, ഒരു ഹൈപ്പോത്തിസിസ് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ച് ഒരു വലിയ ചിന്ത ഇന്ന് കൈമാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. പട്ടക്കാരൻ തൻ്റെ ചിത്രീകരണം ഇപ്രകാരം ആരംഭിക്കുകയാണ്. ഒരു സായാഹ്നം, കാർമേഘവും ഇടിയും മിന്നലും ഉള്ള വളരെ ദുർഘടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സായാഹ്നം. വളരെ നേരത്തെ തന്നെ ഇരുട്ട് അന്തരീക്ഷത്തിൽ പരന്നു. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വാഹനം ഓടിച്ച് പട്ടണത്തിൽ നിന്നും ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് യാത്രയാകുകയാണ്. കാർമേഘപൂരിതമാണ് അന്തരീക്ഷം എന്ന് മാത്രമല്ല, ഇടിയും മഴയും, ശക്തം മഴയും കൊണ്ട് ദുർഘടമാണ് എന്ന സത്യം മാത്രമല്ല, ഗ്രാമത്തിലേക്കുള്ള വഴി ഏറെ പ്രയാസം നിറഞ്ഞതാണ്. വഴിയിൽ കുണ്ടും കുഴിയും ധാരാളമുണ്ട്. വാഹനം ഓടിച്ചു പോകുവാൻ നന്നേ പ്രയാസം. തുള്ളിക്കൊരു കുടമെന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ചില്ലിൽ വീഴുന്ന മഴത്തുള്ളികൾ, വൈപ്പറിന് പോലും ആ മഴത്തുള്ളികൾ മാറ്റുന്നതിന് സാധിക്കാതെ വളരെ ക്ലേശകരമായ യാത്ര. അങ്ങനെ ബുദ്ധിമുട്ടി കാർ ഓടിക്കുമ്പോഴാണ് അങ്ങ് ദൂരെയായി ഒരു മനുഷ്യൻ തൻ്റെ വാഹനത്തിന് കൈ കാണിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലുണ്ടായ ഒരു അലോരസം അത് വാക്കുകൾക്കപ്പുറമാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു, അല്ലെങ്കിൽ ഈ സന്ധ്യ, ഈ രാത്രി വളരെ ക്ലേശപൂർണമായ രാത്രിയാണ്. അതിനിടയിൽ ഇതാ ഒരു വഴിപോക്കൻ യാത്ര ചോദിക്കുവാൻ, കൂടെ യാത്ര ചെയ്യുവാൻ അനുവാദം ചോദിച്ചുകൊണ്ട് കൈ കാട്ടുന്നു. അദ്ദേഹം ഹോൺ അടിച്ച് കൈ കാട്ടിയ വഴിപോക്കനെ ആട്ടി ഓടിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വഴിപോക്കൻ ഒരു ദൃഢനിശ്ചയത്തിലാണ്. ഒട്ടും സങ്കോചമില്ലാതെ ആ വാഹനത്തിൻ്റെ മുൻപിലേക്ക് കൈ നീട്ടി ഒരു സഞ്ചാരത്തിന് അനുവാദം ചോദിക്കുകയാണ്. ഗതിമുട്ടിയ, കൊടുക്കാത്ത ഈ യാത്രികൻ്റെ മുൻപാകെ ആ കഠിനമായ മഴയത്ത് ഈ ചെറുപ്പക്കാരൻ വാഹനം നിർത്തി
ഹോണടിച്ചു, മാറുന്നില്ല. ചില്ല് താഴ്ത്തി നോക്കിയപ്പോഴാണ് ഈ ചെറുപ്പക്കാരന് മനസ്സിലായത്, യാത്രയ്ക്ക് അവസരം ചോദിക്കുന്ന ഈ സഞ്ചാരി, വഴിപോക്കൻ സാധാരണക്കാരനല്ല, യേശുവാണ് എന്ന്. അവൻ ഞെട്ടിത്തെറിച്ചുപോയി. ഇവിടെ പട്ടക്കാരൻ ചിത്രീകരണം അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. കേൾക്കുന്ന, ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളോട് ചോദിച്ചു, ഇവിടെയാണ് എൻ്റെ ചോദ്യം, നിങ്ങൾ ഏത് തരത്തിലാണ് ആ വഴിപോക്കൻ യേശുവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രതികരിക്കുക? ക്ലാസ്സിൽ എങ്ങും നിശബ്ദത പരന്നു. പട്ടക്കാരൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഒന്നും പറയാത്തത്? നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പലരും പലതരത്തിലുള്ള ഉത്തരങ്ങളും പറഞ്ഞു. പട്ടക്കാരൻ പറഞ്ഞു, ആ ഉത്തരമൊന്നും ഞാൻ മനസ്സിലുദ്ദേശിച്ച ഈ ചിത്രീകരണത്തിന് ആവശ്യമായ മറുപടിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പട്ടക്കാരൻ കണ്ടത്, പുറകിൽ തൻ്റെ കുശിനിക്കാരനായ അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത കുട്ടൻ എന്ന ചെറുപ്പക്കാരനെ. കുട്ടനങ്ങ് പുറകെ ബെഞ്ചിലിരിക്കുകയാണ്. കുട്ടനോട് ചോദിക്കുന്നു, കുട്ട, അത് കുട്ടനാണെങ്കിൽ പ്രതികരണം എന്തായിരിക്കും എന്ന്. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കളുടെ മുൻപാകെ വാ തുറക്കാൻ മടിച്ച് ലജ്ജിച്ച് തലകുനിച്ച് കുട്ടൻ നിന്നു. പട്ടക്കാരൻ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിച്ചു. കുട്ടൻ വളരെ ലജ്ജാഭാവത്തോടെ ഇങ്ങനെ പറഞ്ഞു, ആ ഡ്രൈവർ ഞാനായിരുന്നുവെങ്കിൽ കാറിൻ്റെ കീ എടുത്ത് യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. ആ പാദപീഠത്തെങ്കിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറയും, നീ എന്നോടുകൂടെ സഞ്ചരിക്കുക മാത്രമല്ല, എൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവറായി ഈ ദുർഘടം നിറഞ്ഞ സന്ധിയിൽ നീ എന്നെ നയിക്കണം എന്ന്. കേട്ട യുവതി യുവാക്കളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. നിരക്ഷര കുഷിയായ കുട്ടൻ്റെ ഭക്തിപൂർവമായ മറുപടി കേട്ട് ഞാൻ കാറിൻ്റെ ചാവിയെടുത്ത് യേശുവിൻ്റെ പക്കൽ ഏൽപ്പിക്കും. മാന്യ പ്രേക്ഷകരെ, ജീവിതത്തിൽ ഇടയനായിട്ടുള്ള ദൈവം നമ്മോടുകൂടെ സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവനെ ഏൽപ്പിക്കുക. അവൻ നമ്മെ നിത്യതയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ മതിയായവനാണ്. ഈ ഉറപ്പും ചിന്തയും ഇന്നത്തെ ധ്യാനം നൽകട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ആ ഇടയൻ്റെ നാദത്വം സ്വീകരിച്ച് ജീവിതയാത്രയിൽ നമുക്ക് തുടരാം. അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.